ആരാണ് നമ്മുടെ ദൈവം? ദൈവം എൻ്റെ അപ്പനാണ്. പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ ഒന്നാമതായി ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ മാറ്റണം. ദൈവം ഇങ്ങനെ വടിയും കൊണ്ടിരിക്കുന്ന ഒരാളല്ല. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് മുമ്പ് ഒരു വ്യക്തി പാപം ചെയ്താൽ ആ പാപത്തിൻ്റെ സകല ശിക്ഷയും ആ വ്യക്തിയോ ആ വ്യക്തിയുടെ മക്കളോ ഏറ്റെടുക്കണം. ഇത് സത്യമാണ്. എന്നാൽ യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം ആ കുരിശുമരണത്തിൻ്റെ യോഗ്യതയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ മേലും പാപത്തിൻ്റെ ശിക്ഷ ഇല്ല. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നു? നമ്മൾ തലമുറയുടെ കെട്ടഴിക്കാൻ നടക്കുക, നമ്മൾ പാരമ്പര്യ ശാപത്തിൻ്റെ കെട്ടഴിക്കാൻ വേണ്ടി നടക്കുക. ആ കെട്ടഴിയുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാണെന്ന് ഞാൻ പറയട്ടെ. ആ സ്ഥലമാണ് ഈ ബലിപീഠം. ഇവിടെ അതഴിയുന്നത് ഒരു മനുഷ്യന് അതഴിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യനും. ആ കെട്ടഴിയാൻ ലോകത്തൊരൊറ്റ ഇടമേ ഉള്ളൂ. ആ ഇടത്തിൻ്റെ പേരാണ് ബലിപീഠം.